നമസ്കാരം. നമ്മൾ ശ്വാസമെടുക്കുമ്പോ, നമ്മുടെ ഹൃദയം മിടിക്കുമ്പോ, എന്തിന് നിങ്ങൾ ഈ സ്ക്രീനിലേക്ക് നോക്കാൻ വേണ്ടി കണ്ണൊന്ന് ചിമ്മുമ്പോ പോലും അവിടെ ഒരു അത്ഭുതം നടക്കുന്നുണ്ട്. അതാണ് ചലനം. അപ്പൊ ജീവന്റെ ഈ ഒരു അടിസ്ഥാന താളമുണ്ടല്ലോ, അതിന്റെ പിന്നിലെ സയൻസ് എന്താണെന്നറിയാൻ നമുക്ക് ഒരുമിച്ചൊരു യാത്ര പോകാം. ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കിക്കേ. ഇതിലെ ഓരോ ജീവിക്കും ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ: അതിജീവനം. ഇരയെ പിടിക്കാനും ഇരയാവാതിരിക്കാനും അവ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ നിർത്താതെയുള്ള ഓട്ടം തന്നെയാണ് ജീവന്റെ അടിസ്ഥാന നിയമം. പക്ഷേ എങ്ങനെയാണ് ഇവയ്ക്ക് ഇങ്ങനെ ചലിക്കാൻ സാധിക്കുന്നത്? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ചലനം എന്ന് പറഞ്ഞാൽ ഓട്ടം മാത്രമല്ല കേട്ടോ. ജനലിന്റെ അടുത്ത് വെച്ച് ഒരു ചെടി ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് സൂര്യരശ്മി എവിടെയാണോ അങ്ങോട്ട് പതുക്കെ വളയും. അതും ഒരു തരം ചലനമാണ്. പക്ഷെ ഒരു പുലി മാനിനെ ഓടിക്കുമ്പോഴോ? അത് വേഗതയും തന്ത്രവുമാണ്. കണ്ടില്ലേ, ലക്ഷ്യം ഒന്നാണെങ്കിലും എത്ര വ്യത്യസ്തമായ രീതികളാണ്. നമ്മൾ പുറമേ കാണുന്ന ഈ ഓട്ടവും ചാട്ടവും ഒന്നുമല്ല യഥാർത്ഥ ചലനം. നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിനുള്ളിൽ ഒരു ലോകം മുഴുവൻ ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഹൃദയം രക്തം പമ്പ് ചെയ്യുന്നു, ശ്വാസകോശം വികസിക്കുന്നു, ചുരുങ്ങുന്നു. ഈ അദൃശ്യമായ ചലനങ്ങളില്ലെങ്കിൽ പുറമേയുള്ള ഒരു ചലനവും സാധ്യമല്ല. അപ്പോ എന്തിനു ചലിക്കണമെന്ന ചോദ്യത്തിന് നമുക്കൊരു ഉത്തരം കിട്ടി. ഇനി ഏറ്റവും രസകരമായ ചോദ്യത്തിലേക്ക് വരാം. എങ്ങനെ? നമ്മുടെ ശരീരത്തിലെ ഓരോ ചലനത്തിനും പിന്നിലുള്ള ആ പവർ ഹൗസിലേക്ക്, അതായത് പേശികളിലേക്ക് നമുക്ക് കടക്കാം. പേശികളെ നമുക്ക് ശരീരത്തിലെ റബ്ബർ ബാൻഡുകളായിട്ട് കാണാം. അവയ്ക്ക് ചുരുങ്ങാനും വലിയാനും കഴിയും. ഈ വളരെ ലളിതമായൊരു പ്രവർത്തനമാണ് നമ്മളെ നടക്കാനും ഓടാനും, എന്തിനധികം ഒന്ന് പുഞ്ചിരിക്കാൻ പോലും സഹായിക്കുന്നത്. അതെ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂസിന് എങ്ങനെയാണ് ഇത്രയും പവർ കിട്ടുന്നത്? എങ്ങനെയാണ് അവ നമ്മുടെ ഭാരമുള്ള എല്ലുകളെ ചലിപ്പിക്കുന്നത്? അതിന്റെ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത് വളരെ വളരെ സൂക്ഷ്മമായ മൈക്രോസ്കോപ്പിക് ലെവലിലാണ്. നമ്മുടെ പേശികളുടെ പ്രവർത്തന രഹസ്യം വെറും 2 പ്രോട്ടീനുകളാണ്: ആക്റ്റിനും മയോസിനും. ഒരു കാര്യം സങ്കൽപ്പിക്കൂ, കോടിക്കണക്കിന് കുഞ്ഞു കൈകൾ ഒരു കയറിൽ ഒരുമിച്ച് പിടിച്ചു വലിക്കുന്നു. ഏകദേശം അതുപോലെയാണ് ഈ പ്രോട്ടീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്ത് നമ്മുടെ പേശികളെ ചുരുക്കുന്നത്. ഈ ഒരു മൈക്രോസ്കോപ്പിക് വടംവലി ആണ് നമ്മുടെ ഓരോ ചലനത്തിനും പിന്നിലുള്ള പവർ. എല്ലാ പേശികളും ഒരുപോലെയല്ല കേട്ടോ. 3 പ്രധാന തരം പേശികളുണ്ട്. നമ്മൾ കൈ ചലിപ്പിക്കാൻ തീരുമാനിക്കുന്നു, അല്ലേ? അത് നമ്മുടെ കൺട്രോളിലാണ്. അതാണ് നമ്മുടെ എല്ലുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള സ്കെലിറ്റൽ മസിൽസ്. എന്നാൽ നമ്മൾ കഴിച്ച ഭക്ഷണം ദഹിപ്പിക്കാൻ സ്റ്റമക്കിനോട് നമ്മൾ പറയാറുണ്ടോ? ഇല്ലല്ലോ. അത് ഓട്ടോമാറ്റിക്കായി നടക്കും. അതാണ് സ്മൂത്ത് മസിൽസ്. പിന്നെ ഒരു നിമിഷം പോലും വിശ്രമില്ലാതെ പ്രവർത്തിക്കുന്ന നമ്മുടെ ഹൃദയത്തിന് അതിൻ്റേതായൊരു സ്പെഷ്യൽ മസിലുണ്ട്, കാർഡിയാക് മസിൽ. അപ്പൊ കണ്ടില്ലേ, ചിലത് നമ്മുടെ ഇഷ്ടപ്രകാരം, ചിലത് ഓട്ടോമാറ്റിക്കായി. ഇങ്ങനെയാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഒരു രസകരമായ കാര്യം എന്താണെന്നോ? പേശികൾക്ക് വലിക്കാൻ മാത്രമേ കഴിയൂ, തള്ളാൻ കഴിയില്ല. അതുകൊണ്ട് അവ ഇപ്പോഴും ജോഡികളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. കൈമടക്കി നിങ്ങളുടെ ബൈസെപ്സ് നോക്കിക്കേ. അത് ചുരുങ്ങുമ്പോൾ അതിന്റെ എതിർവശത്തുള്ള ട്രൈസെപ്സ് റിലാക്സ് ചെയ്യും. ഇനി കൈ നിവർത്തുമ്പോൾ നേരെ തിരിച്ചും സംഭവിക്കും. ഈയൊരു ടീം വർക്ക് ഉള്ളതുകൊണ്ടാണ് നമുക്കിത്ര സ്മൂത്തായിട്ട് ചലിക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ എഞ്ചിൻ റെഡിയാണ്. പക്ഷേ ഈ എഞ്ചിൻ ഘടിപ്പിക്കാനൊരു ഫ്രെയിംവർക്ക് വേണ്ടേ? അതാണ് നമ്മുടെ അസ്ഥികൂടം, ചലനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം. നമ്മുടെ അസ്ഥികൂടത്തിന് 2 പ്രധാന ജോലികളുണ്ട്. തലച്ചോറ്, ഹൃദയം പോലുള്ള വളരെ പ്രധാനപ്പെട്ട അവയവങ്ങളെ സംരക്ഷിക്കുന്ന ആ സെൻട്രൽ ഭാഗമില്ലേ, അതാണ് അക്ഷാസ്ഥികൂടം. എന്നാൽ നമ്മളെ നടക്കാനും ഓടാനും സാധനങ്ങൾ എടുക്കാനുമൊക്കെ സഹായിക്കുന്ന കൈകാലുകളാണ് അനുബന്ധാസ്ഥികൂടം. അതായത് സംരക്ഷണവും ചലനവും. ഈ 2 ഭാഗങ്ങളും ചേരുമ്പോഴാണ് നമ്മുടെ ശരീരം പൂർണ്ണമാകുന്നത്. ഒരിക്കലുമല്ല. പ്രകൃതിക്ക് ഒരൊറ്റ ഡിസൈൻ മാത്രമല്ല ഉള്ളത്. ശരീരത്തിന് പുറത്തൊരു കവചമുള്ള ജീവികളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ എല്ലുകളെ ഇല്ലാത്ത ജീവികളെ പറ്റിയോ? നമുക്ക് നോക്കാം പ്രകൃതിയിലെ മറ്റ് അത്ഭുതകരമായ ഡിസൈനുകൾ എന്തൊക്കെയാണെന്ന്. പ്രകൃതിയിൽ പ്രധാനമായും 3 തരം ഡിസൈനുകളാണുള്ളത്. നമ്മുടേതുപോലുള്ള എൻഡോസ്കെലറ്റൻ, അതായത് ആന്തരികാസ്ഥികൂടം, വളർച്ചയെ നന്നായി സഹായിക്കും. ഞണ്ടിനെയും പ്രാണികളെയുമൊക്കെ പോലെ എക്സോസ്കെലറ്റൻ ഉള്ളവർക്ക് പുറത്തൊരു കവചം പോലെ നല്ല സംരക്ഷണം കിട്ടും. എന്നാൽ മണ്ണിരയുടെ കാര്യമോ? അതിന് എല്ലുകളില്ല. പകരം ശരീരത്തിലെ ദ്രാവകത്തിന്റെ പ്രഷർ ഉപയോഗിച്ചാണ് അത് അതിന്റെ രൂപവും ചലനവും നിലനിർത്തുന്നത്. അസ്ഥികൂടം ഉറപ്പുള്ള ഒരു ചട്ടക്കൂടാണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെ വളയാനും തിരിയാനുമൊക്കെ പറ്റും? അവിടെയാണ് സന്ധികളുടെ, അതായത് ജോയിൻസിന്റെ പ്രാധാന്യം. എല്ലുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് ചലനം സാധ്യമാക്കുന്ന ഈ ഭാഗങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതലറിയാം.
ഒരു സന്ധി ശരിക്കും ഒരു മെഷീൻ പോലെയാണ്. എല്ലുകൾ തമ്മിൽ ഉരസാതിരിക്കാൻ അറ്റത്ത് കാർട്ടിലേജ് എന്നൊരു കുഷനുണ്ടാകും. എല്ലുകളെ തമ്മിൽ പിടിച്ചു നിർത്താൻ ലിഗമെന്റ്സ് എന്ന കയറുകളുണ്ട്. പിന്നെ എല്ലാം സ്മൂത്തായി ചലിക്കാൻ വേണ്ടി സിനോവിയൽ ഫ്ലൂയിഡ് എന്ന ഒരു ലൂബ്രിക്കന്റും. ഈ മൂന്നും കൃത്യമായി പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് വേദനയില്ലാതെ ചലിക്കാൻ പറ്റുന്നത്. നിങ്ങളുടെ തോളൊന്ന് കറക്കി നോക്കിക്കേ. ഏത് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ? അതാണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. ഇനി കൈമുട്ട് നോക്കൂ. ഒരു വാതിലിന്റെ വിജാഗിരി പോലെ മുന്നോട്ടും പിന്നോട്ടും മാത്രം. അതാണ് ഹിഞ്ച് ജോയിന്റ്. അതുപോലെ നമ്മുടെ കഴുത്ത് തിരിക്കാൻ സഹായിക്കുന്നത് പിവറ്റ് ജോയിന്റാണ്. അപ്പോ ഓരോ ചലനത്തിനും അതിന് പറ്റിയ ഡിസൈനിലുള്ള ജോയിന്റുകളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. ശരിക്കും ഒരു അടിപൊളി എഞ്ചിനീയറിംഗ് അല്ലേ? ഇപ്പോ ഇത്രയും സങ്കീർണമായ ഈ ഒരു സിസ്റ്റത്തിന്റെ ആരോഗ്യം നമ്മൾ എങ്ങനെ നോക്കും? നമ്മുടെ എല്ലുകളുടെയും പേശികളുടെയുമൊക്കെ ആരോഗ്യം നിലനിർത്താനുള്ള ചില പ്രാക്ടിക്കൽ വഴികൾ നമുക്ക് നോക്കാം. നമ്മുടെ ഈ ചലനയന്ത്രം ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ്. എല്ലുകൾക്ക് ബലം നൽകുന്ന സിമന്റാണ് കാൽഷ്യം. ഈ സിമന്റ് ശരീരത്തിന് ഉപയോഗിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് വിറ്റമിൻ ഡി. പേശികളെ ഉണ്ടാക്കുന്ന ഇഷ്ടികകളാണ് പ്രോട്ടീൻ. അപ്പോൾ ശരിയായ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെ റീബിൽഡ് ചെയ്യാന്ന് തന്നെയാണ് അർത്ഥം. നമ്മുടെ ശരീരം ഉപയോഗിക്കാൻ വേണ്ടി നിർമ്മിച്ചൊന്നാണ്. നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ പേശികൾക്കും എല്ലുകൾക്കും ഒരു മെസ്സേജ് കൊടുക്കുകയാണ്: നിങ്ങളെ എനിക്ക് ആവശ്യമുണ്ട്, സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ ശരീരം അവയെ കൂടുതൽ ശക്തമാക്കും. ഉപയോഗിക്കാതെ വെറുതെ ഇരുന്നാലോ? ശരീരം വിചാരിക്കും ഇതിന്റെ ആവശ്യമില്ലെന്ന്. യൂസ് ഇറ്റ് ഓർ ലൂസ് ഇറ്റ്, അതാണ് നിയമം. പക്ഷേ ചില സമയങ്ങളിൽ ഈ സിസ്റ്റത്തിന് ചില പ്രശ്നങ്ങളൊക്കെ വരാം. ഉദാഹരണത്തിന് ഡിസ്ക് പ്രൊലാപ്സ്. നമ്മുടെ നട്ടെല്ലിലെ എല്ലുകൾക്കിടയിലുള്ള ജെൽ പോലത്തെ ഡിസ്ക് പുറത്തേക്ക് തള്ളി ഞരമ്പുകളിൽ തട്ടുമ്പോഴാണിത് സംഭവിക്കുന്നത്. അത് കടുത്ത വേദനയ്ക്കും മരവിപ്പിനും കാരണമായേക്കാം. പ്രശ്നങ്ങൾ പലതരത്തിലുണ്ട്. എല്ലുകളെ ദുർബലമാക്കുന്ന ഓസ്റ്റിയോപോറോസിസ്, സന്ധികളെ നമ്മുടെ ശരീരം തന്നെ ആക്രമിക്കുന്ന റൂമറ്റോയിഡ് ആർത്രൈറ്റിസ്, പിന്നെ ഉളുക്കുപോലെ ലിഗമെന്റുകൾക്ക് പറ്റുന്ന പരിക്കുകൾ, അങ്ങനെ പലതും. അപ്പോ ഈ സിസ്റ്റം എത്രമാത്രം ശ്രദ്ധയോടെ പരിപാലിക്കണമെന്ന് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മള് വെറുതെ ഒന്ന് കൈ അനക്കുമ്പോ പോലും അതിനു പിന്നിൽ കോടിക്കണക്കിന് വർഷത്തെ പരിണാമത്തിന്റെ കഥയുണ്ട്. പേശികളും എല്ലുകളും സന്ധികളുമെല്ലാം ചേർന്ന ഈ അത്ഭുത യന്ത്രത്തെ നമ്മൾ എത്രത്തോളം വിലമതിക്കുന്നുണ്ട്. ഈ അറിവ് ഒരു ഓർമ്മപ്പെടുത്തലായിരിക്കട്ടെ. അപ്പോ നിങ്ങളുടെ ശരീരത്തിനു വേണ്ടി ഇന്ന് നിങ്ങൾ എന്ത് നല്ല കാര്യമാണ് ചെയ്യാൻ പോകുന്നത്? അടുത്ത വിഷയവുമായി വീണ്ടും കാണാം.